കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂമ്പൊടിഞ്ഞിരിക്കുന്നു. ഇനി ആയ കാലത്തൊരു സീറ്റ് കിട്ടുമെന്ന് കടകംപള്ളി സ്വപ്നം കാണണ്ട. കൂടെയുള്ളവർ തന്നെ തോൽപ്പിച്ച് കുടുംബത്തിരുത്തും. എല്ലാം കൊണ്ട് തൊലച്ചിട്ട് അഭയം നൽകാൻ AKG സെന്ററിൽ നിന്ന് മുട്ടുകുത്തി കരയുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഒന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. അയ്യപ്പന്റെ പൊന്നുകട്ട കള്ളൻ എന്ന പേര് തന്നെ വേട്ടയാടുന്നു. കേന്ദ്ര സംഘം തന്നെ തൂക്കിയെടുക്കുമോ? ഉറക്കം നഷ്ടപ്പെട്ട് സമനില തെറ്റി നിൽക്കുകയാണ് കടകംപള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നീറിപ്പുകയുന്ന പാർട്ടിക്ക് 8ന്റെ പണിയാണ് വീണ്ടും കിട്ടുന്നത്. പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തിയതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഉന്നത നേതാക്കന്മാർക്ക് പ്രശ്നമില്ല. ജനങ്ങളെ എന്നും കാണേണ്ടവരും വോട്ട് ചോദിച്ചിറങ്ങേണ്ടവരും ഞങ്ങളാണെന്ന് താഴെത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളിക്കെതിരെ കുറച്ച് കാലമായി CPM നേതാക്കൾ എതിർപ്പിലാണ്. അതായത് സ്വപ്ന സുരേഷ് വിവാദം മുതൽ. അന്ന് സ്വപ്ന പറഞ്ഞത് കടകംപള്ളിയെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തവൻ എന്നാണ്. സ്ത്രീ വിഷയത്തിൽ വള്ളി പിടിച്ചും പാർട്ടിക്ക് ചില്ലറ നാണക്കേടല്ല കടകംപള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ CPMന് സ്ഥിരം തലവേദനയാണ് കടകംപള്ളി ഇപ്പോൾ. മുൻപും കടകംപള്ളിക്കെതിരെ പാർട്ടിയിൽ പല പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയന്റെ ശിങ്കിടി ആയതുകൊണ്ടാണ് വീണ്ടും സീറ്റ് കിട്ടിയത്. എന്നാൽ ഇനി കടകംപള്ളിയെ താങ്ങാൻ കഴിയില്ല എന്ന് പലരും തുറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളാകാൻ നോക്കിയ കടകംപള്ളിയെ കഴക്കൂട്ടത്തെ CPM നേതാക്കൾ തന്നെ ചവിട്ടി ഒതുക്കിയിരുന്നു. തദ്ദേശത്തിൽ തന്റെ ശിങ്കിടികളെ സ്ഥാനാർത്ഥികളാക്കാൻ കടകംപള്ളി നടത്തിയ കളി നേതാക്കൾ തന്നെയായിരുന്നു പൊളിച്ചത്. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി കഴക്കൂട്ടത്ത് തന്റെ പ്രതാപം നിലനിർത്താനായിരുന്നു കടകംപള്ളി കണക്ക് കൂട്ടിയത്. എന്നാൽ അവിടുത്തെ CPMകാർ കടകംപള്ളിയെ ചവിട്ടിയൊതുക്കി മൂലക്കിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMനെ വേട്ടയാടിയപ്പോൾ കഴക്കൂട്ടത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും കടകംപള്ളിയെ മാറ്റി നിർത്തിയിരുന്നു. അതായത് ശബരിമല പേടി തന്നെയായിരുന്നു അതിന്റെ കാരണവും. അതേ പേടി തന്നെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉടലെടുത്തിരിക്കുന്നത്. കടകംപള്ളിയെ പൂർണ്ണമായും മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യമാണ് പാർട്ടിയിൽ ശക്തമാകുന്നത്. 2 ടേം മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടിയുടെ തീരുമാനമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരികെ പിടിക്കാൻ പല പൊളിച്ചെഴുത്തും CPM നടത്തുന്നുണ്ട്. പക്ഷേ കടകംപള്ളിക്ക് സീറ്റ് കൊടുക്കില്ല. കൊടുത്താൽ ജനം ചാണകവെള്ളത്തിൽ ചൂലുമുക്കി അടിക്കുമെന്ന ഭയമാണ് പാർട്ടിക്ക്. കഴക്കൂട്ടത്ത് മത്സര രംഗത്തില്ലെങ്കിലും പ്രചാരണത്തിന് കടകംപള്ളിയെ മുന്നിൽ നിർത്തിയേനെ. എന്നാൽ ഇത്തവണ അതിനും CPMന് ധൈര്യമില്ല. ശബരിമല വിഷയം അത്രത്തോളം CPMനെ വിറപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് ഈ അടുത്തിടയ്ക്കായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് VD സതീശൻ കടകംപള്ളിക്കെതിരെ വലിയ ആരോപണ ശരങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. അതായത് സ്വർണം കെട്ട കള്ളൻ എന്ന് വരെ VD സതീശൻ പറഞ്ഞിരുന്നു. എന്നെ കള്ളൻ എന്ന് വിളിക്കരുത് എന്ന് കടകംപള്ളി തിരിച്ച് മറുപടിയും കൊടുത്തിരുന്നു. എന്നാൽ VD സതീശൻ അത് ആവർത്തിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഈ വിഷയം കോടതി കയറി. അതായത് കടകംപള്ളി VD സതീശനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. എന്നാൽ അപ്പോഴും കോടതി മുറിക്കുള്ളിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രൻ VD സതീശന്റെ അഭിഭാഷകനോട് പറഞ്ഞത് ആ കള്ളൻ എന്നുള്ള പരാമർശം ഒന്ന് മാറ്റണം എന്നുള്ളതായിരുന്നു. എനിക്ക് അത് കേട്ടിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് കടകംപള്ളിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വന്നതു മുതൽ കടകംപള്ളിക്ക് വേവലാതിയാണ്. തനിക്ക് കൊള്ളയിൽ പങ്കില്ല, ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് കടകംപള്ളി നിലവിളിക്കുന്നുണ്ട്. പാർട്ടിയും ഇത് തന്നെ ആവർത്തിക്കുന്നു. എന്നാൽ CPMനോട് കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. സമൂഹത്തെ ഒളിപ്പിച്ച് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യുന്നു. എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ആ ഒളിപ്പിച്ചു വെക്കൽ? കടകംപള്ളിയുടെ മൊഴി മാത്രം അന്വേഷണ സംഘത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വാസുവിന്റെയും പത്മകുമാറിന്റെയും വിജയകുമാറിന്റെയും അകത്തായിരിക്കുന്ന എല്ലാവരുടെയും മൊഴികൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടി. പക്ഷേ കടകംപള്ളിയുടെ മൊഴി മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അന്വേഷണത്തിന് കൂടുതൽ സമയം ഹൈക്കോടതിയോട് എന്തിനാണ് SIT ആവശ്യപ്പെട്ടത്? അതായത് കടകംപള്ളിയുടെ മൊഴി പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു തിട്ടൂരവും അതിന് പിന്നിലുണ്ട്. എല്ലാം നിഷേധിക്കുന്ന കടകംപള്ളി ചിലതൊക്കെ സമ്മതിക്കുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കടകംപള്ളി നിഷേധിക്കുന്നില്ല. ഒരു സ്പോൺസർ എന്ന നിലയിൽ തനിക്ക് പോറ്റിയെ അറിയാമെന്ന് കടകംപള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുപ്പം ഉണ്ട് എന്ന് കടകംപള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതേ മൊഴി തന്നെയല്ലേ പത്മകുമാറും വ്യക്തമാക്കിയത്. സ്വർണം പൂശുന്നതിന് മന്ത്രിക്ക് കത്ത് നൽകിയെന്ന് പോറ്റിയും പത്മകുമാറും സമ്മതിച്ചിരുന്നു. പക്ഷേ കടകംപള്ളി പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നായിരുന്നു. കടകംപള്ളി എന്തിനാണ് കളവ് പറഞ്ഞത് തുടങ്ങിയ ഒരുപാട് ചോദ്യശരങ്ങൾ ദേവസ്വം മുൻ മന്ത്രിയുടെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചു. ചോദ്യം ചെയ്തത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ കടകംപള്ളിയിലേക്കും നീളുന്നത് എന്തൊക്കെയോ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഹൈക്കോടതി തുറന്നടിച്ചിട്ടുണ്ട്. കേരളം ഞെട്ടുന്നത് പലതും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന്. അന്വേഷണ സംഘം സീൽ വെച്ച കവറിൽ ചില രഹസ്യരേഖകൾ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പല ബോംബും ഇവിടെ പൊട്ടും. ഇതറിയാവുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുഖത്തു നിന്നേ കടകംപള്ളിയെ പാർട്ടി മാറ്റി നിർത്തും. ആ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഇതുമാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ശക്തമാക്കുകയാണ്. അതായത് മോദിയും അമിത്ഷായും ഒക്കെ നേരിട്ടിറങ്ങിയിരിക്കുന്നു ശബരിമല വിഷയത്തിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണമെന്ന് മോദി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പല വമ്പന്മാരെയും തൂക്കാനുള്ള ഒരു പ്ലാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമുള്ളത്. ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇതിൽ പല വമ്പന്മാരും ഉണ്ട് എന്ന്. അതായത് എല്ലാം ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ശബരിമല കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ പ്രചാരണത്തിന് ഇറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് CPM നേതാക്കളും അണികളും. മുൻപൊക്കെ കോൺഗ്രസിനും മുന്നേ തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറയുന്നത് CPM ആണ്. എന്നാൽ ഇത്തവണ CPM-നെ അടിച്ചിട്ട് കോൺഗ്രസ് കളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കർശനമായി നടപ്പിലാക്കിയിരുന്ന 2 ടേം നിബന്ധനയിൽ ഇത്തവണ വൻ ഇളവുകൾ നൽകാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഇതുപ്രകാരം 2 ടേം പൂർത്തിയാക്കിയ 23 MLA-മാരിൽ 20 പേരും വീണ്ടും ജനവിധി തേടുമെന്നാണ് വിവരങ്ങൾ. MM മണി, മുകേഷ് എന്നിവരെ മാറ്റി നിർത്തും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കഴക്കൂട്ടത്ത് നിന്നും കടകംപള്ളി സുരേന്ദ്രനെയും മാറ്റും. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം. വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് പരീക്ഷിച്ചേക്കും എന്നുള്ള ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. ജനുവരി 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ പട്ടിക ചർച്ച ചെയ്യും. ഈ യോഗത്തിലായിരിക്കും നിബന്ധനകൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ക്യാപ്റ്റൻ. പിണറായി മത്സരിക്കുകയും ചെയ്യും. തന്നെ പൂർണ്ണമായും പാർട്ടി മാറ്റി നിർത്തുന്നതിൽ വേവലാതിയിലാണ് കടകംപള്ളി. ഇനിയൊരു തിരിച്ചുവരവ് തനിക്ക് ഉണ്ടാകില്ല എന്ന ബോധ്യം കടകംപള്ളിയുടെ സമനില തെറ്റിക്കുന്നു. കടകംപള്ളിയെ സംബന്ധിച്ച് ജനുവരി 16 നിർണായകമാണ്. തന്റെ രാഷ്ട്രീയ ഭാവിയുടെ വാതിൽ അടയുമോ അതോ നേരിയ ആശ്വാസം കിട്ടുമോ എന്ന് അന്നറിയാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലനും പ്രഖ്യാപിച്ചു. CPM-ലെ 2 ടേം വ്യവസ്ഥ അനിവാര്യ ഘട്ടങ്ങളിൽ മാറ്റുമെന്നും വ്യവസ്ഥകൾ ഇരുമ്പുലക്കയല്ല എന്നും പിണറായി മത്സരിക്കുന്നത് LDF-ന് ഗുണം ചെയ്യുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ചിഹ്ന ഭിന്നമാകുമെന്നുമാണ് AK ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നയാൾ അടുത്ത മുഖ്യമന്ത്രിയാകും. ഫലം വരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി അബോട്ട് ചെയ്യപ്പെടും. UDF-ന്റെ 100-ലധികം സീറ്റ് എന്ന മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും AK ബാലൻ പരിഹസിച്ചു. രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ച സർക്കാരാണ്. അതിനാൽ തന്നെ LDF മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തും. വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചിട്ടില്ല. ലീഗിനെയാണ് വെള്ളാപ്പള്ളി വിമർശിക്കുന്നത്. അതിലെന്താണ് തെറ്റെന്നും AK ബാലൻ ചോദിച്ചു.